ഹലോ സുഹൃത്തുക്കളെ, നമുക്ക് ഇന്നൊരു ഇടിച്ചക്ക ഉണ്ടാക്കാം കേട്ടോ. അപ്പോൾ ഇടിച്ചക്കയുടെ സമയമൊക്കെ കഴിഞ്ഞു, പഴച്ചക്കയുടെ സമയമായി. പക്ഷെ നമ്മുടെ പ്ലാവിൽ ഇപ്പോഴാണ് ഇടിച്ചക്ക ഉണ്ടാവുന്നത്. നമ്മുടെ പ്ലാവിൽ ഒന്നിരാടം കൊല്ലം ഇങ്ങനെയാണ്. ഒരു കൊല്ലം നല്ലപോലെ ചക്ക ഉണ്ടാവുകയും അതിൽ നിറയെ ചുളകൾ ഉണ്ടാവുകയും ചെയ്താൽ പിറ്റേ കൊല്ലത്തേക്ക് ചക്കകളുടെ എണ്ണവും കുറയും, ചുളകളുടെ എണ്ണവും കുറയും. എങ്കിലും നമുക്ക് ബുദ്ധിമുട്ടില്ല, കാരണം 40 ചക്ക വരെ തന്ന ഒരു വൃക്ഷമഹാരഥനാണ് കേട്ടോ നമ്മുടെ ഈ പ്ലാവ്. അപ്പോൾ ഞാൻ തൊലി ചെത്തുകയാണ്. തൊലി ചെത്തുമ്പോൾ നല്ല മൂർച്ചയുള്ള കത്തി എടുക്കുക, കൈമുറിയാതെ പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ അതിന് മുന്നായിട്ട് നമ്മൾ സ്വല്പം വെളിച്ചെണ്ണയൊക്കെ കയ്യിൽ പുരട്ടിയിട്ട് വേണം കേട്ടോ ഈ പണിക്കിരിക്കാൻ. അതല്ലെങ്കിൽ മുഴുവൻ കയ്യിൽ ഒട്ടിപ്പിടിക്കും. ചക്ക വിളഞ്ഞിലെന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ടല്ലോ, അപ്പോൾ നിങ്ങൾക്കതറിയായിരിക്കും. അപ്പോൾ നിങ്ങൾ തൊലി ചെത്തിയെടുക്കുന്നതും കട്ട് ചെയ്യുന്നതും ഒക്കെ കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ബാക്കി കാര്യങ്ങളൊക്കെ ഈസിയാണ് കേട്ടോ. അപ്പോൾ ചെറിയ കഷ്ണങ്ങളായിട്ടോ വലിയ കഷ്ണങ്ങളായിട്ടോ കട്ട് ചെയ്യാം. ചിലവർ പച്ച തന്നെ ഇങ്ങനെ മിക്സിയിലിട്ട് ക്രഷ് ചെയ്യുന്നത് കാണുന്നുണ്ട്. അപ്പോൾ അത് സ്വല്പം ബുദ്ധിമുട്ടായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. കാരണം കുറച്ച് ഹാർഡാണ് പച്ച ചക്ക ഇങ്ങനെ ക്രഷ് ചെയ്തെടുക്കാൻ. അപ്പോൾ വേവിച്ചിട്ടാവുമ്പോൾ നമുക്ക് ഈസി ആയിട്ടത് കട്ട് ചെയ്ത് പോരുകയും ചെയ്യും, ചതച്ചെടുക്കാനും ഈസിയാണ്. അപ്പോൾ ഞാനിതുപോലെ ഇഡ്ഡലി കുക്കറിൽ ഒരുവിധം വലിയ കഷ്ണങ്ങളാക്കിയാണ് കേട്ടോ ഞാൻ ഇത് വേവിക്കാൻ വെച്ചിരിക്കുന്നത്. അപ്പോൾ കുക്കറുണ്ടെങ്കിൽ കുക്കറിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഉപ്പിട്ട് മഞ്ഞൾപ്പൊടി ഇട്ടൊക്കെ വേണമെങ്കിൽ വേവിച്ചെടുക്കാവുന്നതാണ്. അപ്പോൾ ഒരു പകുതി ചക്കകളുണ്ടെങ്കിൽ ഒരു 4 പേർക്കുള്ള കുടുംബത്തിന് ധാരാളമാണ് കേട്ടോ. അപ്പോൾ ചക്ക നിസ്സാര സമയം കൊണ്ട് വെന്ത് വന്നിട്ടുണ്ട്. ഒരു 10-15 മിനിറ്റ് മതിയാകും. അതിനുശേഷം നല്ലവണ്ണം ആറിയതിന് ശേഷം നമ്മൾ ഒരു പ്ലേറ്റിലേക്ക് എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും കയ്യിലും ഒരു ഇടിയൻ കാണും അല്ലേ? ഇടിയനോ അല്ലെങ്കിൽ കട്ടിയുള്ള എന്തെങ്കിലും ഒരു വസ്തു കാണും. അപ്പോൾ എൻ്റെ കയ്യിലിത് ഇങ്ങനെ ഒരു വസ്തു ഉണ്ട് കേട്ടോ. അപ്പോൾ അത് വെച്ച് ഞാൻ പതുക്കെ കൃഷി ചെയ്ത് കൊടുക്കുകയാണ്. ഒരുപാട് ബലമൊന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. നമുക്ക് ഈ പച്ചച്ചക്ക കാണുമ്പോൾ ഇത്ര ഹാർഡായിട്ടുള്ളത് വളരെ ഈസി ആയിട്ടാണ് കേട്ടോ. ഒന്ന് പതുക്കെ മുട്ടി കൊടുക്കുന്നതേ ഉള്ളൂ. അപ്പോഴേക്കും ചതഞ്ഞ് പോരുകയാണ്. അപ്പോൾ ഓരോ കഷ്ണങ്ങളായിട്ട് പതുക്കെ ഞാൻ ചതക്കുകയാണ്. അപ്പോൾ ഈ സമയം നമുക്ക് ചിലപ്പോൾ ചിലതിലൊക്കെ ഇത്തിരി തൊലിയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് വേണമെങ്കിൽ അത് മാറ്റിക്കളയാം. കാരണം ഈ ചെറിയ ഒരു റഫ്നെസ് നമുക്ക് തോന്നാതിരിക്കാനാണ് നമ്മൾ ആ തൊലി മാറ്റിക്കളയുന്നത്. അപ്പോൾ ഒരു കത്തിയെടുത്ത് നമുക്ക് ആ സമയത്തൊന്ന് വേണമെങ്കിൽ അത് മാറ്റിക്കളയാം കേട്ടോ. അപ്പോൾ എല്ലാം ഞാൻ ഇതുപോലെ കുത്തിയെടുത്ത് കുത്തി ഇടിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ ഇടിച്ചു കൊടുക്കുന്നതുകൊണ്ടാണല്ലോ നമ്മളിതിനെ ഇടിയൻചക്ക എന്ന പേരും കൊടുത്തത്. അപ്പോൾ നമുക്ക് തോരനുണ്ടാക്കുമ്പോൾ നമുക്ക് ശ്രദ്ധിക്കേണ്ട കാര്യം, കുറച്ച് വെളുത്തുള്ളി വേണമെങ്കിൽ കൂടുതലിടാം കേട്ടോ. അപ്പോൾ പിന്നെ നമ്മൾ സാധാരണ തോരൻ എടുക്കുന്നത് എന്തൊക്കെയാണ്? സാധാരണ തോരന് നമ്മൾ വലിയ ഉള്ളിയും വെളുത്തുള്ളിയും പിന്നെ നമ്മൾക്ക് ജീരകം, തേങ്ങ, പച്ചമുളക്, മഞ്ഞൾപ്പൊടി മുതലായൊക്കെ എടുക്കുക. അപ്പോൾ തേങ്ങ നാളികേരം ചിരവി വെച്ചതിന് ശേഷം നമ്മൾ ഇതെല്ലാം ഒരുക്കി ഇത് ഇടിച്ച് കഴിയുമ്പോഴേക്കും ഇതെല്ലാം ഒരുക്കി വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കതൊന്ന് വേഗം ക്രഷ് ചെയ്തെടുക്കാം, മിക്സിയിലിട്ട് ക്രഷ് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ തൊലി ചെത്തിയപ്പോൾ കുറച്ച് ആഴത്തിലായിപ്പോയി. അപ്പോൾ നിങ്ങൾ തൊലി എത്തുമ്പോൾ ശ്രദ്ധിക്കുക, അത്ര ആഴത്തിലൊന്നും കളയണ്ട, നമുക്ക് ഈസി ആയിട്ട് പോരുന്നതാണ് കേട്ടോ. അപ്പോൾ അത് വളരെ നന്നായിട്ട് സോഫ്റ്റായിട്ട് വെന്തിട്ടുള്ളതുകൊണ്ടാണ് അങ്ങനെ പെട്ടെന്ന് കത്തി കൂടുതൽ താഴ്ന്നു പോയത്. അപ്പോൾ എല്ലാം ഞാൻ ഇടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ തോരനുള്ള ഇൻഗ്രീഡിയൻസൊക്കെ ശരിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ശ്രദ്ധിക്കുക, എല്ലാവർക്കും അറിയാമല്ലോ തോരൻ എന്തൊക്കെ നമ്മൾ എടുക്കാറുണ്ട്, അതൊക്കെ തന്നെ എടുക്കുക കേട്ടോ. എന്നിട്ട് നമ്മൾ ആദ്യം ഉള്ളിയും മറ്റുള്ള ഐറ്റംസും ഒന്ന് ചതച്ച് കൊടുക്കുക. അതിന് ശേഷം നാളികേരം ഇട്ട് കൊടുക്കുക. പിന്നെ ഒരു ചീനച്ചട്ടി വെച്ചിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടുന്ന കാര്യം, ഇത്തിരി ഉഴുന്നുപരിപ്പുണ്ടെങ്കിൽ അതുകൂടി പൊട്ടിച്ചെടുത്തോളൂ കേട്ടോ. കാരണം കടുക് പൊട്ടിച്ചതിന് ശേഷം നമ്മൾ ഉഴുന്നുപരിപ്പ് ഇട്ട് കൊടുക്കുക. അതൊന്ന് പതുക്കെ ചുവന്ന് വരുമ്പോഴേക്കും നമുക്ക് ഇതൊക്കെ ചേർത്ത് കൊടുത്താൽ മതി. എൻ്റെ കയ്യിൽ ഉഴുന്നുപരിപ്പ് ഉണ്ടായിരുന്നില്ല കേട്ടോ. ഞാൻ ഇന്ന് ഇടിച്ചക്ക ഉണ്ടാക്കുന്ന കാര്യം അത്ര ഓർത്തില്ലായിരുന്നു. അപ്പോൾ ഉഴുന്നുപരിപ്പ് വാങ്ങിച്ചു വയ്ക്കുന്ന കാര്യം മറന്നു, ഉഴുന്നുപരിപ്പ് തീർന്നിരിക്കുകയായിരുന്നു. അപ്പോൾ തേങ്ങ നല്ല പോലെ ഇങ്ങനെ ആ വെളിച്ചെണ്ണ കിടന്നിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ആയിക്കൊള്ളട്ടെ. അതിന് ശേഷം ഈ ഇടിച്ചു വെച്ചിരിക്കുന്ന ചക്ക കുറേശ്ശെ നമ്മൾ ഇട്ട് കൊടുക്കുക. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു, വെളുത്തുള്ളിയുടെ ടേസ്റ്റ് കൂടുതൽ ഇഷ്ടമാണെങ്കിൽ ചേർത്ത് കൊടുത്തോളൂ. ഒരു പ്രത്യേക ഫ്ലേവർ തരുന്നുണ്ട് വെളുത്തുള്ളി കൂടുതൽ ചേർത്താൽ. പിന്നെ
പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഉഴുന്ന് പരിപ്പ് ഇടയ്ക്കിടയ്ക്ക് കടിക്കാൻ കിട്ടുമ്പോൾ നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഉപ്പും ചേർത്ത് കൊടുത്തിട്ട് ഇതുപോലെ നല്ല പോലെ ഒന്ന് കരിവേപ്പിലേക്ക് ഇട്ട് കൊടുത്ത് എല്ലാം കൂടി കൂട്ടിയിളക്കി വെച്ച് കൊടുക്കുക. അപ്പോൾ നമ്മൾ നേരത്തെ തന്നെ ഓൾറെഡി വേവിച്ചിട്ടുള്ളതാണ്, എങ്കിലും കുറച്ച് വേവുണ്ട് കേട്ടോ. എല്ലാം കൂടി ഒന്ന് ചേരണമല്ലോ, നമ്മൾക്ക് ഉപ്പും ഇതൊക്കെ നമുക്ക് ഒന്ന് മിക്സ് ആവണമല്ലോ. അതല്ലെങ്കിൽ നിങ്ങൾക്ക് വേവിക്കുമ്പോൾ തന്നെ വേണമെങ്കിൽ നമ്മൾ ഈ ചീനിയൊക്കെ പുഴുങ്ങാൻ വയ്ക്കുമ്പോൾ നമ്മൾ ഉപ്പിട്ട് കൊടുക്കുമല്ലോ, ഉപ്പ് തളിച്ച് കൊടുക്കുമല്ലോ, അതുപോലെ വേണമെങ്കിൽ ചെയ്യാവുന്നതേ ഉള്ളൂ കേട്ടോ. അപ്പോൾ പിന്നെ നമ്മൾ സാധാരണ ഇതിൻ്റെ താളിപ്പിന് വേണ്ടി ഞാൻ വേറൊരു കലത്തിൽ മീൻകറിയും കൂടി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പൂമീനാണ് വയ്ക്കുന്നത്. പൂമീൻ ഇത് തിളച്ച് വറ്റാറായിരിക്കുന്നു. അപ്പോൾ ഇതുപോലെ ഒന്ന് എല്ലാം കൂടി ഇളക്കി ചേർത്ത് നമ്മൾ ഇടിച്ചക്കത്തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഒന്ന് താളിപ്പൊക്കെ ഇട്ട് കൊടുത്ത് കുറച്ച് ചുവന്ന വറ്റലൊക്കെ ഇട്ട് കൊടുക്കുക, വേപ്പിലയും.